സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നൊരു വീഡിയോ ചെയ്തു, വീണ്ടും ഒരു വീഡിയോ കൂടെ ചെയ്യുക. ചിലപ്പോൾ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. നമ്മളൊരു വിഷയത്തിൽ എന്താ പറയുക, മൃണാൾ ഷാദിൻ്റെ കാര്യം പറയാനായിട്ട് രാവിലെ തൊട്ട് ആലോചിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് പത്രക്കാരെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഇപ്പം കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് സംസാരിച്ച് ഏഷ്യാനെറ്റിലെ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ഒരു ജീവനക്കാരി ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, പണ്ടത്തെ ഗീബൽസിൻ്റെ തന്ത്രമുണ്ട്. ഒരു കള്ളം 100 പ്രാവശ്യം ആവർത്തിച്ച് കഴിഞ്ഞാൽ അത് സത്യമാവും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്നത്. ഇതിപ്പം പുള്ളിക്കാരത്തി കള്ളം പറയുന്നതല്ല, പുള്ളിക്കാരത്തി ഇപ്പം വിലക്കെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നത്. ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഒരു CPIയുടെ ഒരു വനിതാ നേതാവ് പറഞ്ഞു, പുള്ളിക്കാരത്തിയെ കൊണ്ടൊരു വ്യാജ കേസ് ഉണ്ടാക്കാനായിട്ട് പുള്ളിയെ സമീപിച്ചു, ഒരു മൊഴി കൊടുക്കാമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ആൾക്കാരെ വിലക്കെടുത്തും സ്വാധീനം ഉപയോഗിച്ചും മണി പവർ ഉപയോഗിച്ചും മസിൽ പവർ ഉപയോഗിച്ചും മറ്റുള്ളവരെ ഒതുക്കാനായിട്ടുള്ള മാർഗങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇതിന് കാരണം ഉണ്ട്. ഇന്നിപ്പം എന്താ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ കേസ് ഒന്ന് കെട്ടടങ്ങി വരുമ്പോഴാണ് ഒരു സാജൻ സക്കറിയയുടെ ഒരു കേസ് വരുന്നത്. അതും അങ്ങോട്ട് ചീറ്റിപ്പൊളുത്താനാണ് ഈ മറ്റവരെയൊക്കെ വിലക്കെടുക്കുക തന്നെയാണ് കാര്യം. ഈ ലക്ഷ്മി പത്മ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഈ ആദ്യമേ കൊടുത്തിരിക്കുന്ന അവർ ഈ കുറിപ്പിട്ട് ഉടനെ തന്നെ റിപ്പോർട്ടർ ചാനലിലേക്ക് വിവരം കിട്ടി. അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സൈദ്ധാന്തികനുണ്ടല്ലോ, അദ്ദേഹമാണ് യൂട്യൂബ് ചാനലിൻ്റെ, അദ്ദേഹത്തിനും ഉടനെ ഇത് കിട്ടി. അപ്പോൾ ഇവരൊക്കെ കൂടെ ഈ ആൾക്കാരെ എങ്ങനെ വിലക്കെടുക്കാം, നക്കാപ്പിച്ച കൊടുത്തും ആൾക്കാരെ വിലക്കെടുത്ത് മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിക്ക് ഈ അനുഭവം ഉണ്ടായി. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ പഠിക്കുന്നില്ല. ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാൾക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ടല്ലോ പറയുന്നത്. പുള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, തെറ്റ് ചെയ്തതാണ്. പക്ഷേ എന്തെങ്കിലും പുള്ളിക്കെതിരായിട്ട് കേസെടുത്തതിന് തെളിവ് വേണ്ടേ, അല്ലെ ആരെങ്കിലും മുമ്പിൽ വരണ്ടേ? അദ്ദേഹം നല്ലവനായിരിക്കും, പക്ഷേ എന്ത് തെളിവില്ലാതെ എന്താ പറയുന്നത്, കാര്യമുണ്ടോ? അപ്പോൾ ഈ പറയുന്നത് ഇവർ നമ്മളെ ഒതുക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാനായിട്ടോ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരു മസിൽ പവറും മണി പവറും അധികാരം കൂടെ ഉണ്ടെങ്കിൽ അത് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഗുഡ് നൈറ്റ്.